ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് മാത്സിൻ്റെ ആക്ടിവിറ്റി ബുക്കാണ് കേട്ടോ. ആക്ടിവിറ്റി ബുക്കിൽ 6ാമത്തെ ചാപ്റ്ററാണ് തുടങ്ങുന്നത്, ഫ്രണ്ട്സ് ഇൻ ദ ഷെൽഫ് അല്ലേ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ മാത്സ് ടെക്സ്റ്റ് ബുക്കിൻ്റെത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ തന്നെ എന്താണ്? 10 ബുക്സ് ഇൻ ഈച്ച് റോ അല്ലേ. ഓരോ വരിയിലും എത്ര ബുക്ക് ഉണ്ട്? 10 ബുക്ക് ഉണ്ട്. അപ്പം നമ്പർ ഓഫ് ബുക്സ് ഇൻ 3 റോസ്. അങ്ങനത്തെ 3 വരിയിലാണ് ബുക്കുകളുള്ളത്. അപ്പോൾ ഒരു വരിയിൽ 10 ബുക്കുകളുണ്ട്. അങ്ങനത്തെ എത്ര വരിയിലാണുള്ളത്? 3 വരിയിൽ. അപ്പം നമുക്ക് ഓരോ ബോക്സിലും ഒരു 10 അല്ലേ. രണ്ടാമത്തെ വരിയിൽ രണ്ടാമത്തെ 10, മൂന്നാമത്തെ വരിയിൽ മൂന്നാമത്തെ 10. അപ്പോൾ 10 പ്ലസ് 10 പ്ലസ് 10 അല്ലേ. 10 പ്ലസ് 10 പ്ലസ് 10 എത്രയാ? 3 കൂട്ടിയാൽ എത്രയാണ് അല്ലേ? 30 അല്ലേ. അടുത്തത് എന്താണ്? നേരത്തെ നമ്മൾ ഷെൽഫിൽ അല്ലേ ഓരോ വരിയിലാണ് ബുക്കുകൾ വെച്ചിരുന്നത്. ഇവിടെ ബുക്കുകൾ കെട്ടുകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കെട്ടിലും എത്രയാണ്? 10 ബുക്കുകളാണ് അല്ലേ. 10 ബുക്സ് ഇൻ ഈച്ച് ബണ്ടിൽ. ഓരോ ബണ്ടിലും 10 ബുക്കുകളാണ്, 10 ബുക്കുകളാണുള്ളത്. അപ്പം നമ്പർ ഓഫ് ബുക്സ് ഇൻ 5 ബണ്ടിൽസ് അല്ലേ. 5 കെട്ടുകളിൽ എത്ര ബുക്കുകൾ ഉണ്ടാകും മൊത്തം? ഒരു കെട്ടിൽ 10 എണ്ണമാണ്, 10 ആണ്. അതുപോലത്തെ 5 ബണ്ടിൽസ് ഉണ്ട്. അപ്പോൾ എത്രയാണ്? നമുക്ക് എഴുതി നോക്കാം. 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 അല്ലേ. 5 എണ്ണം വേണ്ടേ 10? 5 കെട്ടുകളില്ലേ. അപ്പോൾ 5 10 എത്രയാണ്? മക്കൾ കൂട്ടി നോക്കിക്കേ. 5 10 എത്രയാണ്? 50, 50 അല്ലേ. അപ്പോൾ അതായത് നമ്മൾ ഒന്നാമത്തെ 10ഉം രണ്ടാമത്തെ 10ഉം അല്ലേ. ഒന്നാമത്തെ 10ഉം രണ്ടാമത്തെ 10ഉം കൂടെ കൂട്ടിയാൽ എത്രയാ? 20. പിന്നെ മൂന്നാമത്തെ 10ഉം നാലാമത്തെ 10ഉം കൂടി കൂട്ടിയാലോ വീണ്ടും 20. പിന്നെ ലാസ്റ്റ് ആരാ ഉള്ളത്? ഒറ്റയ്ക്ക് ഒരു 10 ആണ് അല്ലേ. ആ 10ഉം കൂടെ താഴോട്ട് ഇറക്കി എഴുതാം. അപ്പോൾ എത്രയായി? 20 പ്ലസ് 20 പ്ലസ് 10 അല്ലേ. 20 പ്ലസ് 20 പ്ലസ് 10 എത്രയാണ്? 50, 50. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് എത്രയാ? മൊത്തം എത്ര ബുക്കാണ്? ആദ്യം ഉള്ളതും ഇപ്പോൾ ഉള്ളതും കൂടെ. ആദ്യം 30 ബുക്സ് ആണ്, ഇപ്പോൾ 50 ആണ്. അപ്പോൾ 50യോട് 30 കൂട്ടിയാൽ എത്രയാ മക്കളെ? അപ്പം നമ്മൾ 50 മനസ്സിൽ വെച്ചിട്ട് 60, 70, 80 അല്ലേ. 3 10 മുന്നോട്ട് കൂട്ടുക. അപ്പോൾ എത്രയായി? 80 ബുക്സ് ആണല്ലേ മൊത്തം ഉള്ളത്. 80 ബുക്കുകളാണ്. അതുപോലെ 10 ആഡ് ചെയ്ത് പോകുമ്പോൾ അല്ലേ, 10 കൂട്ടി കൂട്ടി പോകുമ്പോൾ 80യോട് 10 കൂട്ടിയാൽ 90, 90യോട് 10 കൂട്ടിയാൽ 100 അല്ലേ. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ആഡ് നിയർ ബൈ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദ സം ഓൺ ടോപ്പ് അല്ലേ. അപ്പോൾ അടുത്തടുത്തുള്ള 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് ഏറ്റവും മുകളിലെ ബോക്സിൽ എന്ത് ചെയ്യാം? പിന്നെ കിട്ടുന്ന 2 സംഖ്യകൾ കൂടെ തുക എഴുതുക. എങ്ങനെയാണ് നമുക്ക് നോക്കാം. താഴെ 20 പ്ലസ് 10 കണ്ടോ? 20യും 10ഉം കൂട്ടിയാൽ എത്രയാ മക്കളെ? 20, 30 അല്ലേ. 3 10 എത്രയാ? 30. അപ്പോൾ മുകളിൽ 30 എഴുതുക. അതിൻ്റെ തൊട്ടിപ്പുറത്ത് 30 പ്ലസ് 20 കണ്ടോ? 30യും 20ഉം എത്രയാണ്? 50, 50 എഴുതുക. അപ്പം ഇനി ഏതാ കൂട്ടേണ്ടത്? 30യും 50യും കൂടെ കൂട്ടണം. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി നോക്കിയില്ലേ. 3 ആണ് 30, 3 10 ആണ് 30, 5 10 ആണ് 50. അപ്പോൾ 3യും 5ഉം എത്രയാണ്? 8 അല്ലേ. 8 10 എത്രയാണ്? 80. രണ്ടാമത്തതും അങ്ങനെ തന്നെ അല്ലേ. 2 ബോക്സസ് ആർ എംപ്റ്റി, ഫിൽ ദം വിത്ത് ദ കറക്റ്റ് നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ 2 ബോക്സസ് കാലിയാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ കറക്റ്റ് നമ്പർ എഴുതണം. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ 30, 20 ഇല്ലേ. 30ഉം 20ഉം മുകളിൽ കൂട്ടിയിട്ട് എത്ര കിട്ടിയത്? 50 ഇല്ലേ. 50 ആണ്. ഇനി നമ്മൾ ഏതുവാ കൂട്ടേണ്ടത്? 20യും
20യും. അപ്പോൾ 20 എത്രയാണ്? 40, 40 അല്ലേ. അപ്പോൾ അത് മുകളിൽ 40 എന്ന് എഴുതുക. പിന്നെ ആ 50യും 40യും കൂടി കൂട്ടിയാൽ എത്രയാ? 5ഉം 4ഉം കൂട്ടിയാൽ എത്ര? 9 അല്ലേ. അതിനോടൊരു 0 ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒന്ന് പറഞ്ഞാൽ മക്കൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. 50യോട് 40 കൂട്ടുമ്പോൾ 60, 70, 80, 90 അല്ലേ. 4 എണ്ണം കൂട്ടുക. അപ്പോൾ 90 ആണ് മുകളിൽ വരുന്നത്. അടുത്ത ചോദ്യം എന്താ മക്കളെ? റൈറ്റ് ദ നമ്പേഴ്സ് കറക്റ്റ്ലി ഇൻ ദ എംപ്റ്റി ബോക്സസ് അല്ലേ. കാലിയായിട്ടുള്ള ബോക്സിൽ നമ്മൾ എത്രയാ നമ്പറിൽ നിന്ന് കറക്റ്റായിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നേരത്തെ 80, 90 എന്നൊക്കെ കിട്ടിയ പോലെ ഇവിടെ എത്രയാണ് ഉത്തരം തന്നിട്ടുണ്ട് അല്ലേ. 100 ആണ്, 100 ആണ്. ഇനി ഒരു ഭാഗത്ത് 10 മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ 2 എണ്ണം തന്ന വേറൊരു ഭാഗം ഉണ്ടല്ലോ, അത് ആദ്യം എഴുതാം. 30 പ്ലസ് ഡാഷ്, മുകളിൽ 40 തന്നിട്ടുണ്ട്. അപ്പോൾ 30യോട് എത്ര കൂട്ടിയാലാണ് 40 കിട്ടുക? 30, 40. അടുത്ത 30യുടെ തൊട്ടടുത്തതല്ലേ 40. അപ്പോൾ 10 കൂട്ടിയാൽ, അപ്പോൾ ഇവിടെ നമുക്ക് 30 പ്ലസ് 10 എത്രയാണ്? 40 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയോ 40ൽ 100ൽ 40 പോയാൽ എത്രയാ? 100 എന്ന് പറയുന്നത് എത്ര 10 ആണ്? 100 എന്ന് പറയുന്നത് എത്ര 10 ആണ്? 10 ആണ് അല്ലേ. 10 tens ആണ് 100. അപ്പോൾ ഇതിൽ 40, 40 എന്ന് പറയുന്നത് എത്ര tens ആണ്? 4 ആണ് അല്ലേ. പിന്നെ 10 ടെൻസിലേക്ക് 4 ടെൻസ് പോയാൽ ബാക്കി എത്ര ടെൻസ് ഉണ്ടാവും? 50, 5, 6, 7, 8, 9 അല്ലേ. 100. അതപ്പോൾ എത്രയുണ്ടാവും? 6 ഉണ്ടാവും അല്ലേ. അപ്പോൾ 6 tens എത്രയാണ്? 60. അപ്പം നമ്മൾ പഠിച്ചു 60 ആണ് മുകളിൽ തന്നിട്ടുള്ളതെങ്കിൽ താഴെ ഒരു 10 ഉണ്ട്. 10നോട് എത്ര കൂട്ടണം? 60 ആവണമെങ്കിൽ 50. 50യോട് 10 കൂട്ടുമ്പോഴല്ലേ 60 ആവുക. അടുത്തത് എന്താ? ഈർക്കിൽ ബണ്ടിൽ അല്ലേ. ഈർക്കിളിൻ്റെ കെട്ടുകളാണ്. ഈച്ച് ബണ്ടിൽ ഹാസ് 10 ഈർക്കിൾസ് അല്ലേ. ഓരോ കെട്ടിലും എത്ര ഉണ്ട്? 10 ഈർക്കിളുണ്ട്. 10 ഈർക്കിൾസ് ഉണ്ട്. അപ്പം നമ്മളിത് കൗണ്ട് ചെയ്ത് എണ്ണി നോക്കിയിട്ട് എഴുതണം അല്ലേ. ഇവിടെ എത്ര ഈർക്കിൾ കെട്ടുണ്ട്? ഫസ്റ്റ് 3 എണ്ണം ഉണ്ട് അല്ലേ. 3 ഉണ്ട്. അപ്പോൾ ഒരു കെട്ടിൽ 10 എണ്ണമാണ്. അപ്പോൾ 10, 20, 30 അല്ലേ. 10, 20, 30. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 30 ഈർക്കിൾസ് ഉണ്ട് അല്ലേ. അടുത്തതിലോ ഡ്രോ ഈർക്കിൾ ബൺസ് ഈക്വൽ ടു ദ നമ്പർ. അപ്പോൾ അടുത്തെന്താ ചോദിച്ചിട്ടുള്ളത്? കള്ളിയിൽ 40 തന്നിട്ടുണ്ട് അല്ലേ. 40 തന്നിട്ടുണ്ട്. ഇവിടെ 3 കെട്ട് ഈർക്കിളാണുള്ളത്. അപ്പോൾ 40 ആവണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ഒരു കെട്ട് അവിടെ വരച്ച് കൊടുക്കണം. ഞാനിവിടെ ജസ്റ്റ് ഒരു അടയാളം വരച്ചിട്ടുണ്ട്. മക്കൾ ഈർക്കിളിൻ്റെ കെട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് ഓർ റോങ്. മൂന്നാമത്തത് എന്താണ്? ഇവിടെ എത്ര ചൂല് തന്നിട്ടുണ്ടല്ലോ. എത്ര ചൂലല്ല, എത്ര ഈർക്കിൾ തന്നിട്ടുണ്ട്? 1, 2, 3, 4, 5, 6 അല്ലേ. അപ്പോൾ 6 tens എത്രയാണ്? 60 അല്ലേ. അപ്പോൾ അവിടെ എത്ര തന്നിട്ടുള്ളത്? 80 ആണ്. അപ്പോൾ അത് റൈറ്റ് ആണോ റോങ് ആണോ? റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരി, റോങ് എന്ന് പറഞ്ഞാൽ തെറ്റ്. അപ്പോൾ റൈറ്റ് ആണോ റോങ് ആണോ? റോങ് ആണ് അല്ലേ. 60 വേണ്ടടുത്ത് 80 ആണുള്ളത്. അടുത്തത് ഈർക്കിൾ കെട്ടുകൾ തന്നിട്ടുണ്ട്. അത് എത്ര എണ്ണം ഉണ്ട് എന്ന് താഴെ എഴുതണം. അപ്പോൾ എത്ര ഈർക്കിൾ കെട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7 അല്ലേ. 7, 10 അല്ലേ. 7, 10 ആണെങ്കിൽ എത്രയാണ്? 7 tens 70. അടുത്തത് നമുക്ക് 20 എന്ന ബോക്സ് തന്നിട്ടുണ്ട്. ഡ്രോ ഈർക്കിൾ ബണ്ടിൽസ്. അപ്പം നമ്മൾ എത്ര ഈർക്കിൾ ബണ്ടിൽസ് വരയ്ക്കണം? ഈർക്കിളിൻ്റെ എത്ര കെട്ട് വരയ്ക്കണം 20 ആവുന്ന സമയത്ത്? 2 അല്ലേ. അതിൽ 2 അല്ലേ. 1, 2, 10, 20. അപ്പോൾ 2 ഈർക്കിൾ ബണ്ടിൽസ് മക്കൾ അവിടെ വരയ്ക്കണേ. അടുത്തത് എന്താണ് മക്കളെ? ഡ്രോ ആസ് മെനി ഓഫ് ഈർക്കിൾ ബൺസ് ആസ് യു ലൈക്ക് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഈർക്കിളിൻ്റെ കെട്ടുകൾ വരയ്ക്കുക. എന്നിട്ടോ റൈറ്റ് ദ നമ്പർ ഓഫ് ഈർക്കിൾസ് യു ഡ്രോ. നിങ്ങൾ എത്ര ഈർക്കിളാണോ, എത്ര ഈർക്കിൾ കെട്ടാണോ വരച്ചത് അതിൻ്റെ നമ്പർ എഴുതുക. 2 ഈർക്കിൾ കെട്ടാണെങ്കിൽ 20, 3 ഈർക്കിൾ കെട്ടാണെങ്കിൽ 30, 4 ആണെങ്കിൽ 40, 5 ആണെങ്കിൽ 50, 6 ആണെങ്കിൽ 60. അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ വരച്ചിട്ട് എഴുതേണ്ടത്. അടുത്ത ചോദ്യം എന്താണ്? ആഡ് ടു മേക്ക് 30 ഓൾവേസ് അല്ലേ. എപ്പോഴും 30 കിട്ടുന്ന രീതിയിൽ നമ്മളിവിടെ ചെയ്യണം. അപ്പോൾ 20 + 6 + 4 എത്രയാ? 30.
പിന്നെയോ 20 + 3 + എത്രയാ വരിക? 7 ആണ് അല്ലേ? ഇവിടെ മക്കൾ ശ്രദ്ധിച്ചോ, 20 ആണ് ഒരാളുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. അതിലേക്ക് ബാക്കി 30 ആവാൻ കൂട്ടേണ്ട 10 ആണ് ഇവിടെ ഇങ്ങനെ മുറിക്കുന്നത്, വിഭജിക്കുന്നത്. എങ്ങനെയാണ്? 3യോട് എത്ര കൂട്ടിയാലാ 10 കിട്ടുക? 7 അല്ലേ? അപ്പം 3യും 7ഉം അല്ല 3യും 7ഉം എത്രയാണ്? 10 ആണ്. അപ്പോൾ 20നോട് 10 കൂട്ടിയാൽ 30. ഇനി ഇവിടെ തന്നിട്ടുള്ളത് 20 + 4 അല്ലേ? അപ്പോൾ എത്രയായി? 24. പിന്നെ അതിനോട് എത്ര കൂട്ടണം 30 ആവണമെങ്കിൽ അല്ലേ? 10 ആവണമെങ്കിൽ 4 പോയാൽ എത്രയാ ബാക്കി? 6, 6 ആണ് അല്ലേ? അടുത്തത് 20യോട് 7 കൂട്ടുക. 7 കൂട്ടിയാൽ 27 ആയില്ലേ? ബാക്കി എത്ര കൂട്ടണം? 28, 29, 30 3 കൂട്ടുക. പിന്നെയോ 20 + 5 25 പ്ലസ് അല്ലേ? എത്രയാണ്? 5 ആണ് കേട്ടോ. ഇനി നമുക്ക് 20 + +7 തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിലും 10ൽ നിന്ന് 7 പോയാൽ ബാക്കി എത്രയാ? 3 അല്ലേ? 3 ആണ് അല്ലേ? അപ്പോൾ 3യും 7ഉം 10 ആണ്. അപ്പോൾ 20യോട് 10 കൂട്ടുമ്പോൾ 30 ആയില്ലേ? അപ്പോൾ അവിടെ നമുക്ക് 3 എഴുതാം. അടുത്തത് നമുക്ക് 20 തന്നിട്ടുണ്ട്, പിന്നെ ഡാഷ്, പിന്നെ 2 ആണ് അല്ലേ 30 ആവാൻ. അപ്പം 2 10 നിന്ന് പോയാൽ ബാക്കി എത്രയാണ്? 8 ആണ് അല്ലേ? 20 + 8 + 2 ആണ് എത്ര? 30. അടുത്തത് 20 + ഡാഷ് +1. അപ്പം 10ൽ നിന്ന് 1 ആണല്ലേ പോയത്? അപ്പോൾ 1 പോയാൽ ബാക്കി എത്രയാണ്? 9 ആണ്. അടുത്തത് നമ്മളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. 30 അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ബോക്സിൽ എത്ര എഴുതാം? 20. പിന്നെയോ നമുക്ക് 8 + 2 കൊടുത്താലോ? അപ്പോൾ 10 ആയില്ലേ? അടുത്തത് ജോയിൻ കറക്റ്റ്ലി. ഇവിടെ പ്ലസ് ചെയ്തിട്ടുള്ളത് തന്നിട്ടുണ്ട് ഒരു ഭാഗത്ത്, ആൻസർ ഒരു ഭാഗത്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോന്നും കൂട്ടി നോക്കുക അല്ലേ? 20 + 5 എത്രയാ? 25. അപ്പോൾ ഇവിടെയുള്ളൊരു ബോക്സിലുണ്ടോ, കളങ്ങളിലുണ്ടോ? ഉണ്ടല്ലേ. രണ്ടാമത്തത് 25 ആണ്. പിന്നെ 30 + 4 എത്രയാ? 34. 10 + 8 18. പിന്നെ 60 + 2 62. 40 + 4 44. 70 + 1 71. 60 + 9 69. 90 + 3 93. അടുത്തത് റീഡ് ദ നമ്പേഴ്സ്. ഇവിടെ ഏതൊക്കെ നമ്പറാണ് തന്നിട്ടുള്ളത്? 61 38 27 84 15 65 42 93 33. ഇനി എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ഫ്രോം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ് അല്ലേ? ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതണം. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 14 ആണ് അല്ലേ? 1 ഫസ്റ്റ് 1 വരുന്നതുണ്ടോ നോക്കുക. അപ്പോൾ 14 ഉണ്ട്. പിന്നെ സെക്കൻഡ് 2 വരുന്നതുണ്ടോ? 27. തേർഡ് 3 വരുന്നത് 33 ഉണ്ട്, 38 ഉണ്ട്. അപ്പോൾ ഏതാ ഫസ്റ്റത്തെ ചെറുത് ഏതാ? 33. പിന്നെ 38. പിന്നെയോ 42 61 65 84 എന്നെയോ 93. അടുത്തത് എന്താണ്? എനിത്തിങ് മിസ്സിങ് അല്ലേ? ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഈസ് എനി നമ്പർ മിസ്സിങ് ഇൻ ഈച്ച് പാറ്റേൺ? ഈ ഒരു പാറ്റേണിൽ ഏതെങ്കിലും നമ്പർ മിസ്സായിട്ടുണ്ടോ നോക്കിക്കേ. ഇഫ് സോ റൈറ്റ് ദ മിസ്സിങ് നമ്പർ ഇൻ ദ ബോക്സ്. അങ്ങനെ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ആ ഒരു ബോക്സിലേക്ക് എഴുതണം. ഒന്നാമത്തത് എത്രയാ? 2 4 6 8 10. പിന്നെയോ 14 ആണ് തന്നിട്ടുള്ളത്. 14 അല്ലല്ലോ വേണ്ടിയത്. 2നോട് എത്ര കൂട്ടുമ്പോൾ 4 കിട്ടുന്നത് 2 ആണല്ലേ? അപ്പോൾ 10നോട് എത്ര കൂട്ടുമ്പോൾ 12. രണ്ടാമത്തെ പാറ്റേൺ എങ്ങനെയാണ്? 10 20 30. പിന്നെയോ 40 കാണുന്നില്ല അല്ലേ? അപ്പോൾ അവിടെ 40 നമുക്ക് ബോക്സിലേക്ക് എഴുതാം. പിന്നെ 50 60 70 ഉണ്ട് അല്ലേ? മൂന്നാമത്തെ പാറ്റേൺ എന്താണ്? 1 3 5 അല്ലേ? അപ്പോൾ 1നോട് എത്ര കൂട്ടുമ്പോൾ 3 കിട്ടുന്നത്? 2 കൂട്ടുമ്പോൾ. 3യോട് എത്ര കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത്? 2 കൂട്ടുമ്പോൾ. അപ്പോൾ അതാണ് 2 ആണ് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഡിഫറൻസ് കേട്ടോ. അപ്പോൾ 5 7 9 11 13. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ മിസ്സിങ് നമ്പർ ഇല്ല അല്ലേ? അപ്പോൾ നാലാമത്തതോ 5 10
15, 20, പിന്നെ 30 തന്നിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് എങ്ങനെയാണ് 5നോട് 5 കൂട്ടിയപ്പോൾ 10, 10നോട് വീണ്ടും 5 കൂട്ടിയപ്പോൾ 15, 15നോട് വീണ്ടും 5 കൂട്ടിയപ്പോൾ 20. അപ്പോൾ ഇനിയോ 20യോട് വീണ്ടും 5 കൂട്ടുമ്പോൾ എത്രയാണ് വരിക? 25 ആണല്ലേ. അത് കഴിഞ്ഞിട്ടല്ലേ 30. അപ്പോൾ നമുക്കിവിടെ 25 എന്ന് എഴുതാം. ഇനി അഞ്ചാമത്തെ പാറ്റേൺ ഏതാ? 9, 10, 11, 12, പിന്നെയോ 13 വേണ്ടിയെടുത്ത് 14, 15, 16 അല്ലേ. അപ്പോൾ അവിടെ 13 ആണ് ഒഴിവായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 7, 10, 13, 16, 19, 22. അപ്പോൾ ഇതും എന്താണ്? മിസ്സിങ് നമ്പേഴ്സ് ഇല്ലാതാണ് എഴുതിയിട്ടുള്ളത്. 7നോട് 3 കൂട്ടിയപ്പോൾ 10, 10നോട് 3 കൂട്ടിയപ്പോൾ 13, 16, 19, 22. അടുത്തത് 20, 18, 14, 12, 10, 8. അപ്പോൾ 20 എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് 18 ആണല്ലേ. അപ്പോൾ 2 ബാക്കോട്ട്. പിന്നെ 2 ബാക്കോട്ട് എടുക്കുമ്പോൾ എത്രയാണ് വേണ്ടത്? 16. പിന്നെയും 2 ബാക്കോട്ട് എടുക്കുമ്പോൾ 14. പിന്നെയും 2 എടുക്കുമ്പോൾ 12, 10, 8 അങ്ങനല്ലേ. അപ്പോൾ ഇവിടെ ഇല്ലാത്തത് ഏതാണ്? 16 ആണല്ലേ. 16 ആണ്. ഇനി അടുത്തത് എന്താ മക്കളെ? റൈറ്റ് ദ മിസ്സിങ് നമ്പേഴ്സ് ഓൺ ദ സ്റ്റെപ്പ് ഇൻ വേർഡ്സ് അല്ലേ. സ്റ്റെപ്പിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, കുറച്ച് മിസ്സിങ് ആയിട്ടുള്ള സ്ഥലവും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്ന് എഴുതണം. അപ്പോൾ ഗ്രീൻ സ്റ്റെപ്പിലുള്ളത് നോക്കിക്കേ. 5, 10, 15. അപ്പോൾ എത്രയാ? 5 കൂട്ടിയാലേ പോണത്. 5, 10, 15, 20, 25, 30, 35, 40. അങ്ങനെയാണ് ഗ്രീൻ സ്റ്റെപ്പിൽ. ഇനി ബ്ലൂ സ്റ്റെപ്പിലോ താഴെ നിന്ന് നോക്കിക്കേ. 10, 20, 30, 40, 50, 60, 70, 80. അപ്പോൾ ഇന്നത്തെ സ്റ്റഡി ടൈമിൻ്റെ ക്ലാസ് ഇത്രയേ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.